ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞിപ്പാറസ് വേൾഡിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ഇട്ട് ട്രയലൊക്കെ നടത്തി നോക്കി. റെസ്പോൺസൊക്കെ കുറവാണ്, എന്നാലും വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതും ഒരു ചെറിയ റെസിപ്പിയാണ്, അതായത് നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസ്. ഇനിയിപ്പം നമ്മൾ ഓരോ വെറൈറ്റി ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ തുടങ്ങും. ഇതൊരു ലൈറ്റ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ കുട്ടികൾക്ക് ബട്ടർ ഇഷ്ടമായതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ, എണ്ണ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ ഒഴിച്ച് നമുക്കിത് ഉണ്ടാക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ചേർത്തു. നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയാലേ ഉള്ളൂ വീണ്ടും വീഡിയോ ഇടാനായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് സവോള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ടു. പിന്നെ നമ്മൾ സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് ശരിക്കും ഫ്രൈഡ് റൈസ് അല്ല, ഒരു വെജ് ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വെജ് ബിരിയാണി എന്ന് വെറുതെ പറയണം, ഒരു പ്രോട്ടീൻ ബിരിയാണി എന്നൊക്കെ പറയാം. ബിരിയാണിയിലും പ്രോട്ടീനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ എന്നും ചോറ് കൊടുത്ത് വിടുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര മടിയല്ല കഴിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഓരോ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ സവോള ഒന്ന് വഴണ്ട് കഴിയുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലതാണ് മസാല, ആ ടേസ്റ്റിന് വേണ്ടിയുള്ളത് മാത്രം. ഇനി മസാല ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷേ ഇതൊരു മസാല ഇട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ നമ്മൾ ചിക്കൻ മസാല, മീറ്റ് മസാല ഉണ്ടല്ലോ, അതും എല്ലാം ഓരോ ടീസ്പൂൺ വീതം മതി. നന്നായിട്ട് അതിനോട് ചേർത്ത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുന്നതാണ്. അത് ഈ മസാല ചേർക്കുന്നതിന് മുമ്പ് ടൊമാറ്റോ ആഡ് ചെയ്ത് വേണം. ഇതിൽ ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്, കാരണം ഇവർക്ക് ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സോയയാണ്. സോയ നമ്മൾ വേവിച്ച് വെച്ചതാണ് ചേർക്കുന്നത്. വേവിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ സോയ നമ്മൾ കുതിരാൻ വെക്കും. അപ്പം സപ്പോസ് ഇനി അത് പറ്റിയില്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിന് അത് നന്നായിട്ട് വെന്ത് കിട്ടും. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ രാവിലെ കുട്ടികൾക്ക് ചോറിനൊക്കെ കൊടുക്കണമെങ്കിൽ തലേദിവസം ജസ്റ്റ് ഒന്ന് ഒരു 3/4 ഭാഗം വേവിച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എളുപ്പമാണ്. പിന്നെ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം, അതിഷ്ടമുണ്ടെങ്കിൽ മാത്രം. അത് ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ കൊടുത്തുവിടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഷെയർ ചെയ്യാനൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇനി അത് പറയാനിട്ടാരും ചെയ്യാതിരിക്കേണ്ട, എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിനെന്തെങ്കിലും കമൻറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും റെസിപ്പി ഇടുന്നതായിരിക്കും. ഓരോരോ വെറൈറ്റി ലഞ്ച് ബോക്സ് റെസിപ്പീസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ സാലഡിൻ്റെ വീഡിയോ, ഇത് സാധാരണ നമ്മുടെ സാലഡാണ്, തൈര് സാലഡാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സാലഡിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്, അതും റെസിപ്പി പുറകെ വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.